ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ കബാലിയത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു വലിയ പാൻ എടുക്കുക, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ആയി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ. സവാള നല്ലോണം സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അത്യാവശ്യമൊക്കെ എന്നാൽ വെന്ത് കുഴഞ്ഞ് നല്ല ഒരു പാകത്തിനാകുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് വേണം വഴറ്റാനായിട്ട്. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന അത്രയ്ക്കൊന്നും വേണ്ട. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നെടുവേ കീറിയ പച്ചമുളകാണ്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെയൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന എത്രയോ എരിവ് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചേർത്തത് 1 ടേബിൾ സ്പൂണാണ്. പിന്നീട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞതാണ് കേട്ടോ 1/2 ടേബിൾ സ്പൂണിന്. അപ്പോൾ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചിക്കൻ്റെ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് വരുന്നത്. അത് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ, അതായത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് 1.5 കിലോ. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ചിക്കൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. ഒരു വൈറ്റിഷ് കളർ വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ചിക്കൻ വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ടൊന്നും ചിക്കൻ എന്തായാലും വെന്ത് കിട്ടില്ല, വലിയ പീസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയാലാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വേകുന്നത് വരെ വേവിച്ചെടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വീണ്ടും ഒന്നുകൂടി തുറന്നിട്ട് ഇത് ഇളക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. നമ്മൾ ഒഴിച്ച 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്താൽ മാത്രമാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചിക്കൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്നുകൂടെ തുറന്നിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ചതും അതുപോലെ തന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റും കൂടെ വട്ടത്തിൽ കട്ട് ചെയ്താണ് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒരുപാട് അങ്ങോട്ട് വെന്തലിയണ്ട, ഒന്ന് വാടി ഒന്ന് വെന്ത പോലെ ഒന്ന് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അടച്ചു വെക്കുകയാണ്. 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റാണ് കേട്ടോ. നമ്മൾ മാഗി ക്യൂബൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ സവാള വഴറ്റാനും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇടുക. കാരണം മാഗി ക്യൂബിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്. ഈ സമയത്ത് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു പുളി ടേസ്റ്റ് വരുമ്പം അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും അതുപോലെ 1/4 കപ്പ് പുതിനയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിലെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് കൂടി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും.
അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ 4.5 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സെല്ല ബസ്മതി റൈസാണ്. നമ്മൾ മന്തി കപ്സൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സെയിം റൈസ് തന്നെയാണ്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം 3/4 മണിക്കൂർ മുമ്പ് ഇതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ പീസ് പട്ട, 2 കഷ്ണം പട്ടയാണ് കേട്ടോ, അത് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. മസാലകൾ കൂടുതലൊന്നും വേണ്ട, എത്ര തന്നെ മതിയാവും. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 10 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4.5 കപ്പ് റൈസ് എടുക്കുമ്പോൾ 10 കപ്പ് വെള്ളം, 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ മാഗി ക്യൂബ് 2 പീസ് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കപ്സ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ക്യൂബിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് കുതിരാൻ വെച്ച അരിയൊക്കെ ഒന്ന് വെള്ളം ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കാറാവുന്ന സമയത്ത് വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ചോറ് നല്ല സോഫ്റ്റായി കിട്ടാനും നല്ലൊരു പതുപതാന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ചോറ് തമ്മി ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത്. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ചോറ് നല്ലോണം വെന്ത് കിട്ടണം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റി പോകും, പക്ഷേ ചോറിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവില്ല. നല്ലോണം ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. നല്ല വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഗ്രേവി മിക്സ് ആക്കിയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്, നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു റൈസും മസാലയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലും കൊണ്ട് ഒന്ന് ദം ചെയ്തെടുക്കാണ് കേട്ടോ. ഒട്ടും ആവി പുറത്ത് പോവാതെ വേണം സീൽ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം വെക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ചോറൊക്കെ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്തു, നല്ലൊരു മണവുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി റൈസും മസാലയാണ്. ബിരിയാണിയുടെ ഒക്കെ അത്രയ്ക്ക് കഷ്ടപ്പാടുകളൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ കബാലിയത്തിൻ്റെ ഈ മസാലയ്ക്കും റൈസിനും നല്ല ടേസ്റ്റ് ഉണ്ടാവണേ. അപ്പോൾ ആദ്യം റൈസ് ഇതുപോലെ വിളമ്പുക, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മസാലയും കൂടി വിളമ്പി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മാക്സിമം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് കഴിക്കാനും നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നും നമുക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ വെച്ചിട്ടുള്ള ചട്നിയും അതേപോലെ മയണൈസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.